കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. 2020 മോഡൽ സെൽറ്റോസ് എന്ന് പരിചയപ്പെട്ടാലോ. വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്, നല്ല കലക്കം വണ്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ടെക് ട്രെയിനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. എല്ലാം ഒട്ടുമിക്ക ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് അലോയ് വീൽസ് വരുന്നുണ്ട്, റിയറിൽ ഡിഫോഗർ, അതേപോലെ നമ്മുടെ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഇൻറ്റീരിയേഴ്സ് നമ്മൾ നോക്കിയാൽ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളെല്ലാം വാഹനത്തിനകത്ത് ഫുള്ളി ഓർഡറാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഞാൻ പറഞ്ഞ പോലെ തന്നെ 2020 മോഡലാണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ എന്നൊക്കെ വാഹനമാണ്. കുഴപ്പമില്ല, തെറ്റില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ വാഹനം തരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ പോകണം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു വരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് 2020 മോഡൽ സെൽറ്റോസ് ആണ്. അപ്പോൾ സെൽറ്റോസിൻ്റെ ടെക് ലൈനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ടെക് ലൈനിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ഇരിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ കിലോമീറ്റർ 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലിരിക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ മാനുവൽ വണ്ടിയാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വാഹനം. KL4 ആണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, സൈഡ് പോർഷൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടാവും. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പോയി തന്നെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സെൽറ്റോസിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. ഫസ്റ്റ് തന്നെ ടോപ്പ് വ്യൂയിലേക്ക് പോകാം. ഇതാണ് ടോപ്പ് വ്യൂ എന്നങ്ങനെ നല്ല വെട്ടി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ വീലാർസിലേക്ക് പോകാം. വീലാർസ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അലോയ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇനി ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റ് അടിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ലാമ്പ് നോക്കാം. ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ടെക് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഗ്ലോസി ഫിനിഷൊന്നും ഈ ഒരു ഫ്രണ്ടിൽ കിട്ടുന്നില്ല. താഴെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് വീലാർസിലേക്ക് വരാം. ഈ വീലാർസും നല്ല നീറ്റ് അടിക്കുന്ന വീലാർസും കൂടെ കാണാം. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അതേപോലെ അലോയ്സ് നോക്കാം. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോർ നോക്കാം. 2 ഡോറും നീറ്റ് അടിക്കുന്ന 2 ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിൻഷീൽഡ് വന്നിട്ടുണ്ട്. വൈസർ വന്നിട്ടുണ്ട്. ഡോർ വൈസർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പെട്രോളിൻ്റെ ആ ഒരു പേസ്റ്റിംഗ് നമുക്ക് കൂടെ കാണാം. താഴെ ഇവിടെ ഗ്രിപ്പ് കുറച്ചുകൂടി ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ സെൽറ്റോസിൻ്റെ ബാഡ്ജ് നമുക്ക് കൂടെ കാണാം. ലിഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഒരു ഫൈബർ ഇൻസേർട്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കാണാം. നമുക്ക് 2 ഡോറും നോക്കാം. 2 ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന 2 ഡോർസും കൂടെ കാണാം. ഇവിടെയും ഡോർ വൈസേഴ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചപ്പെടാം. ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഡോർ പാഡ്സും കൂടെ കാണാം. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാം. പിന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കാം. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് ഇവിടെ മ്യൂസിക് സിസ്റ്റം, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്ക് കൂടെ കാണാം. 36,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളൂ. ഇവിടെ മാനുവൽ കൺട്രോൾസ് വന്നേക്കണം. ഇവിടെ നമുക്ക് മാനുവൽ ഗിയർ നോബ് നമുക്ക് കൂടെ കാണാം. പ്ലാറ്റ്ഫോമൊക്കെ 70 മാറ്റൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാം. റിയറിൻ്റെ സീറ്റ്സ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫും പക്ക കണ്ടീഷനിൽ ഇരിക്കുന്നു. റൂഫ് നമുക്കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. സീറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കാം. ഡോറും ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വിൻഷീൽഡ്, നമ്മുടെ സൺ ബ്ലൈൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുന്നുള്ള അതിന് ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാം. ഇവിടെ ലെഗ് റൂമൊക്കെ ലാവിഷായിട്ട് ലെഗ് റൂം നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് RC ചെക്ക് ചെയ്യണം. കാരണം ഇത് ഫുൾ ഓപ്ഷൻ്റെ ജസ്റ്റ് താഴെയുള്ള ഓപ്ഷൻ എനിക്ക് തോന്നുന്നത് STK ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോൾ RC നിലവിൽ അവൈലബിൾ അല്ല. അവൈലബിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. നമുക്ക് എഞ്ചിൻ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സെൽറ്റോസിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള ബൾക്കിനെസ് ഒന്നും എഞ്ചിൻ ഭാഗത്തില്ല. അതാ ഇതിലും പ്രശ്നങ്ങളൊക്കെ നോക്കാം. ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നോക്കാൻ കിട്ടുന്നില്ല. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ പോർഷൻ കാണാം. അതേപോലെ ഇവിടെ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. എഡ്ജസ് നോക്കാം. എഡ്ജസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് കൂടെ കാണാം. ഒരു പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല.
കേട്ടോ. അതേപോലെ ഇവിടെ നോക്കാം, ഇവിടെ അഡ്ജസ്റ്റ് നല്ല നീറ്റായിട്ട് നിൽക്കുന്നു. ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂം കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും അപ്പ് ചെയ്യാൻ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് ബൂട്ട് സ്പേസ്. പാസലിലൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ടയേഴ്സ് നോക്കാം, ഫുൾ ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. ഇവിടെ സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂം നമുക്കിവിടെ കാണാം. നമുക്കിവിടെ അഡ്ജസ്റ്റിലേക്ക് പോകാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ളൊരു രണ്ടോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് ഇറങ്ങുന്നേക്കാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞാൻ എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. 36,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. 2020 മോഡലുണ്ട്. പിന്നെ മാത്രമല്ല STK എന്ന ടെക് ലൈനിൽ വന്നേക്കണം വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ ജസ്റ്റ് താഴെയുള്ള വാഹനം കൂടിയാണത്. എല്ലാവിധ ഫീച്ചേഴ്സും വാഹനത്തിൽ ലോഡറാണ്. അപ്പോൾ നമുക്ക് ഇനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് 12.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയക്കാം. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.